ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതവും. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ടോക്കൺ ലഭിക്കുന്ന 2 പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇതിന് മുന്നേ തന്നെ ഈ ഒരു പ്രോജക്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു പ്രോജക്റ്റ് ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. TC നെറ്റ്വർക്ക് എന്ന ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടോക്കൺസുകൾ മൈൻ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. മുമ്പ് ഈ ഒരു പ്രോജക്റ്റ് വന്നിരുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലായിരുന്നു. അന്നൊക്കെ കുറേ പേര് ചെയ്തിരുന്നു, ഞാനും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടോക്കൺ ഞാൻ അതിലൂടെ സെല്ല് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പം ഇവരുടെ ഓൺ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള TC നെറ്റ്വർക്കിലാണ് ഈ ഒരു മൈനിങ് നടക്കുന്നത്. സോ ഇവരുടെ TC നെറ്റ്വർക്കൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കൺസ് നമ്മൾ മൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ജസ്റ്റ് ഒരു ഇമെയിൽ ID വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് എൻ്റെ റെഫറൽ കോഡ് കൊടുക്കണം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്ട്രാ റിവാർഡ്സ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റാണ്. ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മൈനേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം 18 മില്യൺസിന് അടുത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈനിങ് എൻ്റെ ടോക്കൺ 3300 ടോക്കൺ ആണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വിഡ്രോവൽ ചെയ്തിട്ട് ഇവരുടെ തന്നെ വാലറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴത്ത് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ TT കോയിന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിൻ എനർജി, ഇവിടെ നമുക്ക് എനർജി ഉണ്ടായാലേ മൈൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇൻവൈറ്റ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 TC ടോക്കണാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ you earn 30 TC എവരി 6 hour, അതായത് 6 മണിക്കൂർ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു മൈനിങ് സ്റ്റോപ്പ് ആവുന്നത്. 30 ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഫ്രീ നോ KYC ഇൻവൈറ്റ് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മിങ് സൂൺ Tier 1 എക്സ്ചേഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മിങ് സൂൺ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മാക്സിമം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ടോക്കൺ എങ്ങനെ ലഭിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗെയിൻ എനർജി എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആഡ്സ് ഓപ്പൺ ആയിട്ട് വരും. ഈ ആഡ്സ് നിങ്ങൾ ഫുള്ള് കണ്ടതിന് ശേഷം ജസ്റ്റ് ഒരു 20 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനർജി എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് 1 എന്ന് വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ, ഏരിയ റീചാർജ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് 1 എന്ന് കാണാൻ പറ്റും. അതിന് തൊട്ട് നേരെ ആയിട്ട് ഇവിടെ എനർജി എന്നുള്ള ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ഈ സ്റ്റാർട്ട് മൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. അതായത് ഒരു തുടർച്ചയായിട്ട് ഒരു 6 hours എന്താവും മൈനിങ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് ആവും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു പോവുക. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനി താഴ്ഭാഗത്ത് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ TC വിഡ്രോവൽ പൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ ടോക്കൺ കാണാൻ പറ്റും. അതുപോലെ 46% ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് 100% ആയി കഴിഞ്ഞാൽ വിഡ്രോവൽ അവൈലബിൾ ആവും. പിന്നെ വാലറ്റ് Web3 വാലറ്റിലോട്ടും എക്സ്ചേഞ്ചിലോട്ടൊക്കെ വിഡ്രോവൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവരുടെ തന്നെ ഓൺ നെറ്റ്വർക്കിലാണ് ഇവരുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. TSC നെറ്റ്വർക്കാണ് ഇവരുടെ നെറ്റ്വർക്കിൻ്റെ പേര് വരുന്നത്. മിനിമം TT കോയിൻ വിഡ്രോവൽ ടു 7200 എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് എൻ്റെ TT കോയിൻ വാലറ്റ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ TT കോയിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വിഡ്രോവൽ കൊടുക്കുക. ഇവിടെ Web3 വാലറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വാലറ്റിലോട്ടാണ് വിഡ്രോവൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. TC വാലറ്റ് പ്രോയിലോട്ട് വിഡ്രോവൽ ചെയ്യാം, മെറ്റാമാസ്കിലോട്ട് വിഡ്രോവൽ ചെയ്യാം, ബിറ്റ്ഗെറ്റ് വാലറ്റിലോട്ടും വിഡ്രോവൽ ചെയ്യാം. ഞാൻ ഇവരുടെ തന്നെ ഓൺ വാലറ്റ് ആയിട്ടുള്ള TC വാലറ്റിലോട്ടാണ് വിഡ്രോവൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇതെല്ലാം തന്നെ ഞാൻ വിഡ്രോവൽ ചെയ്തിട്ടുള്ളതാണ്. മുമ്പ് ഈ ഒരു ടോക്കൺ ഞാൻ പറഞ്ഞു BNB നെറ്റ്വർക്കിലായിരുന്നു. ആ ഒരു ടോക്കണൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇതുവരെ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്തപ്പം അന്ന് തന്നെ ഞാൻ സെല്ല് ചെയ്ത് ക്യാഷ് ആക്കിയിരുന്നു. ഇപ്പം ഇത് ഇവരുടെ ഓൺ നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ടോക്കണൊക്കെ വിഡ്രോവൽ ചെയ്തിട്ടുള്ളത് ഇവരുടെ തന്നെ ഓൺ വാലറ്റ് ആയിട്ടുള്ള TC വാലറ്റിലാണ്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം 28,010 TC കോയിൻസ് ആണ് ഞാൻ അതിൽ നിന്നും വിഡ്രോവൽ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്വാപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡോളർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇവരുടെ നെറ്റ്വർക്കൊക്കെ റിലീസ് ആവുന്ന സമയം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു TT കോയിൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് റിസീവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കാണാൻ പറ്റും. ഇത് കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുക്കേണ്ടത്.
കോപ്പി ചെയ്ത അഡ്രസ്സ് ഈ ഒരു ബോക്സിൽ പേസ്റ്റ് ചെയ്തതിനു ശേഷം വിഡ്രോ കൊടുത്താൽ മാത്രം മതി. ഇവിടെ 100% ആയാലാണ് നിങ്ങൾക്ക് വിഡ്രോ അവൈലബിലിറ്റി കിട്ടുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് മാക്സിമം യൂസ് ചെയ്യുക. ആരും തന്നെ മിസ്ഔട്ട് ആക്കേണ്ട. കാരണം ഇപ്പം തന്നെ PI നെറ്റ്വർക്കൊക്കെ 5 വർഷത്തിന് ശേഷമാണ് ലിസ്റ്റിങ്ങിലോട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പൊക്കെ വന്നൊരു ടോക്കണായിരുന്നു. $3-3.5 വരെ ഒരു ടോക്കൻ്റെ വാല്യൂ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 1000 ടോക്കണൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു $3000 വെർത്തായിട്ടുള്ള ടോക്കൺസൊക്കെ സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ തന്നെ മുന്നോട്ട് പോവുക. സോ ഇവരുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതും ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് വരിക. ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ ID മാത്രം മതി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട മുകളിൽ എൻ്റെ ടോക്കൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ TT കോയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈ പാക്കേജ് ഉണ്ട്. നമുക്ക് പാക്കേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹവർലി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും. പാക്കേജ് സെലക്ട് ചെയ്താൽ ഇവിടെ ഉണ്ടോ KYC വെരിഫിക്കേഷന് നമുക്ക് $0.1 ചിലവുണ്ട്. അതുപോലെ തന്നെ ഓരോ പാക്കേജ് കൊടുത്തിട്ടുണ്ട്. $5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 മണിക്കൂറിൽ 100 TC ടോക്കൺ ലഭിക്കും. അതുപോലെ തന്നെ $20 പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് പാക്കിലാണ് നമ്മൾ എത്തുന്നത്. 12 മണിക്കൂറിൽ 300 TC ടോക്കൺ ലഭിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എങ്ങനെ ഇനി മൈൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് മൈനിങ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ആഡ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈനിങ് ഇവിടെ സ്റ്റാർട്ടായത് കാണാൻ പറ്റും. 12 മണിക്കൂറിലാണ് ഈ ഒരു മൈനിങ് നടക്കുന്നത്. 12 മണിക്കൂർ കഴിഞ്ഞാൽ മൈനിങ് സ്റ്റോപ്പ് ആവും. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ടോക്കൺ സ്റ്റേക്ക് ചെയ്തിട്ടും നല്ല രീതിയിൽ ഏർണിങ്സ് ഇതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ടോക്കൺസൊക്കെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 3 മന്ത്, 6 മന്ത്, 9 മന്ത് ഈ രീതിയിലൊക്കെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ലോക്ക്ഡ് ബാലൻസിൽ ഞാൻ സ്റ്റേക്ക് ചെയ്ത് കാണാൻ പറ്റും. 15,863 ടോക്കൺ ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. 3 മാസത്തിൽ നമുക്ക് 1586 ടോക്കണാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 TCയുടെ പ്രൈസ് $0.1 ആണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു TGയുടെ സമയത്ത് ഇതിൻ്റെ പ്രൈസ് എത്രയാകും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൺഫേംഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളിത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാലൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ബാലൻസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് മെറ്റാമാസ്കിലോട്ട് ഇത് വിഡ്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഓൺ വാലറ്റിലോ TC വാലറ്റിലോട്ടൊക്കെ വിഡ്രോൾ ചെയ്യാൻ പറ്റും. TSC മെയിനായിട്ട് നിങ്ങൾ മെറ്റാമാസ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതി. എന്നാലേ നിങ്ങൾക്ക് എന്താവുള്ളൂ അതിൽ കാണിക്കുകയുള്ളൂ എന്ന് മാത്രം. മെറ്റാമാസ്ക് XT, TC വാലറ്റ്, ബിഡിഗറ്റ് വാലറ്റ്, CoinBX എന്നുള്ള ഈ ഒരു വാലറ്റിലോട്ടൊക്കെ നിങ്ങൾക്ക് ഇത് വിഡ്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. TT കോയിൻ വാലറ്റ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ആ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾ താഴെയുള്ള വിഡ്രോ കൊടുത്താൽ മതി. ഏകദേശം മിനിമം വിഡ്രോവൽ വരുന്നത് 20,000 TC ആണ് നിങ്ങൾക്ക് ഈ ഒരു വിഡ്രോവൽ എമൗണ്ട് വരുന്നത്. മാക്സിമം മൈൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേക്കിങ് യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ 20,000 ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 2 പ്രോജക്റ്റും ഒരേ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. ആരും തന്നെ മിസ്ഔട്ട് ആക്കേണ്ട. എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക. എന്ത് ഡൗട്ടുകൾ ഉണ്ട് എന്നുള്ള ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 50 ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.